ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ തിരുവചനം ദൈവം എന്നെ ഓർപ്പിച്ചത്, കള്ളം പറയുന്ന നാവ് കർത്താവ് വെറുക്കുന്നു. ഇതേക്കുറിച്ച് പ്രതിപാദിക്കാനാണ് എനിക്ക് തോന്നിയത്. സ്നേഹമുള്ളവരെ, ചെറിയൊരു വചനമാണ്, ചെറിയൊരു കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് ചിലപ്പോൾ തടസ്സം നിൽക്കുന്നത് നമ്മളിലുള്ള ഈ ചെറിയ ചെറിയ ഡിഫക്റ്റുകളാണ്. അതിന് ഈ കാര്യം പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്, ഞങ്ങൾക്കൊരു പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട്. എൻ്റെ ഫ്രണ്ട് മിനിയുടെ വീട്ടിൽ കൃപാസനം മാതാവിൻ്റെ പള്ളിയിൽ നിന്ന് ലഭിച്ച 1000 മണി ജപമാലയുണ്ട്. ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ അഖണ്ഡ ജപമാല ചൊല്ലാറുണ്ട്. ഒത്തിരി പേർ വട്ടം കൂടിയിരുന്ന് ആ ജപമാലയിൽ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മിനി എന്ന എൻ്റെ ഫ്രണ്ടിന് ഒരുപാട് സന്ദേശങ്ങൾ ദൈവം കൊടുക്കാറുണ്ട്. ഒരു ദിവസം ലഭിച്ച സന്ദേശം ഇതായിരുന്നു: വിദേശത്ത് പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ തടസ്സം നിൽക്കുന്നുവെന്ന്. സ്നേഹമുള്ളവർ, അന്ന് പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ കൂടെ ഒരു കൊച്ചു കൂടെ വന്നു. അവൾ 1 വർഷമായി വിദേശത്ത് പോകാൻ, ഇസ്രായേൽ പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവളോട്, പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ അവളോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ നിനക്ക് പോകാറൊന്നും ആയില്ലേ? അപ്പോൾ അവൾ പറഞ്ഞു, ആൻറ്റി എന്നാണെന്നറിയത്തില്ല, എല്ലാം റെഡിയുണ്ട്, റെക്കോർഡെല്ലാം ക്ലിയറാണ്, പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, വിസ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് അന്ന് കിട്ടിയ സന്ദേശം എൻ്റെ ഓർമ്മയിലേക്ക് പരിശുദ്ധാത്മാവ് തന്നു. ഞാൻ പറഞ്ഞു, എന്തോ ഒരു ചെറിയ ഒരു കാര്യം നിന്നിലുണ്ട്, അത് നീ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ നീ അത് ആലോചിച്ച് നോക്ക്, അന്ന് അതിനെ എന്നിട്ട് സോൾവ് ചെയ്യാൻ പറഞ്ഞു. പെട്ടെന്ന് അവൾ പറഞ്ഞു, ശരി ആൻറ്റി, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുണ്ട്, ഞാൻ പിള്ളേരോടും കുടുംബത്തിലും ഞാൻ നന്നായി ദേഷ്യപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുതന്നെയാണ് നിൻ്റെ തടസ്സം. നീ ഒരു കാര്യം ചെയ്യും, നീ ആ ദേഷ്യത്തെ മനഃപൂർവ്വം, ദേഷ്യം വരുമ്പോൾ നമ്മൾ ഈ സംസാരിച്ച കാര്യങ്ങൾ ഓർമ്മ വരണമെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയില്ല, അവൾ പിറ്റേ ദിവസം രാവിലെ എനിക്ക് വരുന്ന മെസ്സേജ് ഇതാണ്: ആൻറ്റി, എൻ്റെ വിസ വന്നു എന്ന്. നോക്കൂ സഹോദരങ്ങളെ, ചെറിയൊരു കാര്യമാണ് പെട്ടെന്ന് ദേഷ്യം വരിക. ഇതുപോലെ കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുത്താറുണ്ട്. ചിലർ ചുമ്മാതെയാണെങ്കിലും വെറുതെ ഒരു കള്ളം പറയും, ഇല്ലെങ്കിൽ ദേഷ്യപ്പെടും, അന്യരുടെ കുറ്റങ്ങൾ പറയും, അന്യരെ നമ്മൾ വിധിക്കും. ഇതെല്ലാം നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമാണെന്ന് അറിയുക. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു 4 Cകൾ ഒഴിവാക്കുക. 1 കംപ്ലൈൻറ്റ്, 2 കമ്പാരിസൺ, 3 ക്രിറ്റിസിസം, 4 ക്രിബിങ്. ചില മനുഷ്യർ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്, എങ്കിലും അവർ ഇല്ലായ്മയിലേക്കാണ് ഫോക്കസ്. അവർക്ക് എന്താണോ ഇല്ലാത്തത് അതിലേക്കാണ് അവർ ഫോക്കസ് ചെയ്ത് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും, കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പാടില്ല.